ഹായ് ഫ്രണ്ട്സ്, ഓരോ മിനിറ്റിലും പുതിയ പുതിയ സാങ്കേതിക വിദ്യകൾ പുറത്തു വന്നുകൊണ്ടേയിരിക്കുകയാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്താണെന്ന് എല്ലാവരും പഠിച്ചു വരുന്നതേ ഉള്ളൂ. അപ്പോഴേക്കും എല്ലാ സാങ്കേതിക വിദ്യകളെയും മറികടക്കുന്ന പുതിയ സാങ്കേതിക വിപ്ലവം വരികയായി. വൻ സുരക്ഷയുള്ള സൂപ്പർ കമ്പ്യൂട്ടറുകളിൽ പോലും അനായാസം കടന്നുകയറി രഹസ്യങ്ങൾ ചോർത്താൻ കഴിവുള്ള ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്. ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് അടിസ്ഥാനപരമായി വ്യത്യസ്തമായ ഒരു ടെക്നോളജിയാണ്. അതായത് ക്ലാസിക്കൽ കമ്പ്യൂട്ടറുകളെക്കാൾ വളരെ വേഗത്തിൽ ഡാറ്റകൾ അനലൈസ് ചെയ്യാൻ കഴിയും. ക്ലാസിക്കൽ കമ്പ്യൂട്ടറുകൾ ബൈനറി ബിറ്റുകളായ 0 അല്ലെങ്കിൽ 1 ഉപയോഗിക്കുമ്പോൾ ക്വാണ്ടം കമ്പ്യൂട്ടറുകൾ ക്വാണ്ടം ബിറ്റുകൾ അല്ലെങ്കിൽ ക്യൂബിറ്റുകൾ ഉപയോഗിക്കുന്നു. അതിനാൽ ക്വാണ്ടം കമ്പ്യൂട്ടറുകൾക്ക് 0, 1 എന്നിവയെ ഒരേ സമയം അപഗ്രഥിക്കാൻ കഴിയും. അതായത് ക്ലാസിക്കൽ കമ്പ്യൂട്ടിങ്ങിൽ ഓരോ ബിറ്റും ഒന്നുകിൽ 0 അല്ലെങ്കിൽ 1 ആണ്. ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിൽ 0, 1 എന്നിവയെ ഒരേ സമയം പ്രതിനിധീകരിക്കാൻ ഇതിന് കഴിയും. ഇത് ക്വാണ്ടം കമ്പ്യൂട്ടറിന്റെ കമ്പ്യൂട്ടേഷൻ ശേഷി 10 മടങ്ങായി വർദ്ധിപ്പിക്കുന്നു. ക്വാണ്ടം കമ്പ്യൂട്ടറുകളിലെ ചിപ്പുകളിൽ ട്രാൻസിസ്റ്ററുകൾക്ക് പകരമായി ക്യൂബിറ്റുകളാണ് ഉപയോഗിക്കുന്നത്. ഇത് കമ്പ്യൂട്ടറിന്റെ വേഗത ഒരുപാട് ഇരട്ടിയായി വർദ്ധിപ്പിക്കും. ക്യൂബിറ്റുകളുടെ ജോഡികളോ ഗ്രൂപ്പുകളോ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു പ്രതിഭാസമാണ് എൻറ്റാങ്കിൾമെന്റ്. ഇത് ക്ലാസിക്കൽ കമ്പ്യൂട്ടറുകളെ അപേക്ഷിച്ച് ക്വാണ്ടം കമ്പ്യൂട്ടറുകൾക്ക് അതിവേഗത്തിൽ ഡാറ്റകൾ ട്രാൻസ്ഫർ ചെയ്യാൻ ഉള്ള ശേഷി നൽകുന്നതാണ്. ഇതിന്റെ അൽഗോരിതങ്ങൾ പ്രത്യേക രീതിയിൽ രൂപകൽപ്പന ചെയ്തതാണ്. ക്വാണ്ടം കമ്പ്യൂട്ടറുകൾ ക്യൂബിറ്റുകൾ കൈകാര്യം ചെയ്യാൻ ക്വാണ്ടം ഗേറ്റുകൾ ഉപയോഗിക്കുന്നു. ക്വാണ്ടം ഗേറ്റുകൾ ക്ലാസിക്കൽ ലോജിക് ഗേറ്റുകൾക്ക് തുല്യമായ ക്വാണ്ടം ഗേറ്റുകളാണ്. എന്നാൽ ക്വാണ്ടം മെക്കാനിക്സ് തത്വങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഇത് പ്രവർത്തിക്കുന്നത്. ക്വാണ്ടം അൽഗരിതങ്ങൾ പ്രധാനമായും ഈ ക്വാണ്ടം ഗേറ്റുകളുടെ സർക്യൂട്ടുകളാണ്. ചില പ്രത്യേക കണക്കുകൂട്ടലുകൾക്ക് വേണ്ടി ചില പ്രത്യേക രീതിയിൽ ഇത് ക്രമീകരിച്ചിട്ടുണ്ട്. പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കാനും പ്രോബ്ലം സോൾവ് ചെയ്യാനും ഇതിന്റെ അൽഗോരിതങ്ങൾ പ്രധാനമായും ആശ്രയിക്കുന്നത് സൂപ്പർപൊസിഷൻ, എൻറ്റാങ്കിൾമെന്റ്, ഇന്റർഫേസ് തുടങ്ങിയവയാണ്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന സോഴ്സ് അൽഗോരിതം ഇന്റഗ്രൽ ഫാക്ടറൈസേഷനായി ഉപയോഗിക്കുന്നു. അതിനാൽ ക്ലാസിക്കൽ കമ്പ്യൂട്ടറിനേക്കാൾ 10 മടങ്ങ് സ്പീഡ് ലഭിക്കുന്നു. വലിയ സംഖ്യകളെ ഫാക്ടറൈസ് ചെയ്യുന്നതിനുള്ള RSA പോലുള്ള പരമ്പരാഗത ക്രിപ്റ്റോഗ്രാഫിക് സിസ്റ്റങ്ങളെ ഇത് അപ്രസക്തമാക്കുന്നു. ഇതിലെ ക്വാണ്ടം സിമുലേഷൻ, മെറ്റീരിയൽ സയൻസ്, കെമിസ്ട്രി, ഫാർമക്കോളജി തുടങ്ങിയ മേഖലകളിലെ പുരോഗതിക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. ഇതിലെ ക്വാണ്ടം മെഷീൻ ലേണിംഗ് സിസ്റ്റത്തിന് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്, തിയറി, ഒപ്റ്റിമൈസേഷൻ എന്നിവ വേഗത്തിലാക്കാൻ കഴിയും. അങ്ങനെയൊക്കെയാണെങ്കിലും ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ഒരു ഡെവലപ്പിംഗ് സ്റ്റേജിലാണ്.
അതുകൊണ്ട് തന്നെ സാങ്കേതികവും സൈദ്ധാന്തികവുമായ ഒരുപാട് വെല്ലുവിളികൾ ഇത് നേരിടുന്നുണ്ട്. ഇതിലുപയോഗിച്ചിരിക്കുന്ന ക്യൂബിറ്റുകൾ എക്സ്റ്റേണൽ ഫാക്ടറുകളോട് വളരെ സെൻസിറ്റീവാണ്. അതുകൊണ്ട് തന്നെ തെറ്റുകൾ വരാനുള്ള സാധ്യതയും കൂടുതലാണ്. ഇതിലെ ഡീകോഹറൻസ് വിവരങ്ങൾ നഷ്ടപ്പെടാനുള്ള സാധ്യതയിലേക്ക് നയിക്കുന്നു. ഒരുപാട് ദിവസങ്ങളെടുത്ത് എൻക്രിപ്റ്റ് ചെയ്യേണ്ട ഡാറ്റകൾ ഒരു നിമിഷം കൊണ്ട് എൻക്രിപ്റ്റ് ചെയ്യാൻ ക്വാണ്ടം കമ്പ്യൂട്ടറുകൾക്ക് കഴിയും. അതിനാൽ സൈബർ സുരക്ഷയെ ഇത് ബാധിക്കുമെന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. ഈ ആശങ്കകൾ മറികടക്കാനുള്ള ടെക്നോളജിയും ഉടൻ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. Thank you for watching this video.